ചെടികളെല്ലാം ഉണങ്ങി വാടി കരിഞ്ഞ് നിൽക്കുക. ചൂട് കാരണം നമ്മളിങ്ങോട്ട് കയറ്റമില്ല. ഒരു വാഴ ഉണ്ടായിരുന്നത് മറിഞ്ഞുപോയി. ആദ്യമായിട്ടാണ് ഞങ്ങൾ വന്നാൽ പിന്നെ ഇവിടെ ഏത്തവാഴ നടുന്നത് കുലയ്ക്കുന്നു. നല്ല മഴയൊക്കെ പെയ്ത് ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ മഴ കാണും കിട്ടും. അതെല്ലാം കഴിഞ്ഞ് ഇച്ചിരി മൂത്തിട്ട് കുറച്ചും കൂടെ ഒന്ന് മൂത്തിട്ട് വെട്ടി വെക്കാം. അല്ല അവിടെ നിന്ന് വരിക്കട്ടെ. ശ്യാമളക്ക് ശ്യാമക്ക കാണുമ്പോൾ ശകലം പോയി വിഷയം വരും. അതാ ആ അതിൻ്റെ ആവശ്യമില്ല. അതെല്ലാം എടുത്തിട്ടില്ലെങ്കിൽ അവിടെ കിടക്കുകയല്ലേ. ആ പിന്നെ ആരും എടുത്തോണ്ട് പോകാറേ. അവിടെ പോവാ. ആരുമില്ലാത്ത ഒന്നും പറയണ്ട. എന്നാ പറയാനാ, അവിടെ കുറേ മുളക് നിന്നിട്ട് ഉണയും കരിഞ്ഞിരിക്കുക. അതിന് ഞാൻ വെള്ളം ഒഴിക്കാനും ഇവിടെ ആരുമില്ല. എന്നിട്ട് അത് പറയാം, അഭിപ്രായം പറയാം. 150 പേരാ. അവനും അവൻ്റെ ഒരു മുളകും. എനിക്ക് നേരം കേട്ടോ രാവിലെ. അവിടെ അതുപോലെ ആ കരിയാപ്പിന് ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല. അതൊക്കെ ശാലം ഒന്ന് ശരിയായി കഴിഞ്ഞാൽ പറിക്കാനും ഇവിടെ വൈകിയാന്ന് ആൾക്കാർ വരും. എന്നോട് പറഞ്ഞിട്ട് വേണം ഇങ്ങനെയുള്ള പരിപാടി ഉണ്ട്. ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ പറയണോ ഇത് മന്ദബുദ്ധിയാണ് പറയണം. ഇത് ഷാമ്പു വരെ പറയാലൂടെ എന്നും ഒരാളൊരു സാധനം. വെയിലത്തല്ലെങ്കിലും വെള്ളം ഒഴിക്കുന്നത്. വെയിൽ വരുന്നതിന് മുമ്പാ. പിന്നെ എനിക്ക് എന്നാ നോക്കണം നിർത്തില്ല. നിന്റെ അമ്മയുടെ പ്രാക്ക് മേടിച്ച് കേട്ട് ചാകാനല്ലോ എൻ്റെ വിധി. പറഞ്ഞാൽ ചെയ്യത്തില്ല. ശ്യാമളമ്മ എങ്ങനാ എന്നോട് നമ്മളിത് ചെയ്യാമെന്ന് ചോദിച്ചാൽ ചെയ്യത്തില്ല. അല്ലെങ്കിൽ ഉണ്ടല്ലോ പറയാതിരിക്കുവാണെങ്കിൽ ആവശ്യമില്ലാത്ത എല്ലാ പരിപാടിയും പിടിക്കും. ആ പറഞ്ഞ ഒരു സാധനം ചെയ്യാലോ. പിന്നെ പെണ്ണുമ്പിള്ളയുടെ കുറ്റമല്ലോ, നാട്ടുകാരുടെ കുറ്റം പറഞ്ഞില്ലല്ലോ. എനിക്കറിയാവുന്ന സാധനത്തിൻ്റെ കുറ്റമല്ലോ എനിക്ക് പറയാൻ പറ്റും. ശ്യാമളെ രാവിലെ കയറ്റി വിടാൻ വല്ല വഴിയുണ്ടോ വണ്ടിക്ക്? എന്ത് രാവിലെ തന്നെ ബസ്സിന് കയറ്റി വിടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? കണ്ണില്ലല്ലോ. കണ്ണാങ്കിലേ ഇല്ല, ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുമല്ലേ. ഇവിടെ ഇല്ലല്ലോ. അല്ല ഓടിക്കാൻ തന്നെയല്ലോ. അത് വരെ പെമ്പിള്ളേരും കൊണ്ടുപോയി കാണും. നമ്മളിവിടെ വന്നിട്ട് അതിന്റെ 18 വർഷം 3-4 വർഷം ഒന്നരാടം കായ്ച്ചോണ്ടിരുന്ന മാവാ. അത് ചേച്ചാച്ച മൊത്തം തിന്നു. ചേട്ടാ അപ്പൊ പറയട്ടെ, അത് തിന്നു. ഇത് കണ്ടോ? നീ ഇത് കണ്ടോ? ഇത് അത് കഴിഞ്ഞ് ഇപ്പൊ ഏതാണ്ട് 10 വർഷം കൂടിയാ മാവ് കായ്ക്കുന്നത്. അതെങ്ങനെ മാവ് കായ്ക്കും? അതിന്റെ പുറത്തോട്ട് ഇല്ലി കയറി പടന്ന് കിടക്കുകയല്ലായിരുന്നു. ഇപ്പൊ ഇത് കെട്ടിയ ചമ്മള ഇല്ല. പിന്നെ ഇത് മാവ് ഇച്ചിരി ഇതായി ഒരു ഇതും ആയിട്ടില്ല. ആ 10 വർഷങ്ങൾ കൂടി വള്ളി ഏതാണ്ടൊക്കെ പടന്ന് കിടപ്പുണ്ടായിരുന്നു. നമ്മൾ വരുന്ന സമയത്ത് അപ്പുറത്തെ റബ്ബർന്ന് വെച്ചാൽ ചെറുതാ. അപ്പം ഈ ഇല്ലിയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ചൂടലൊന്നുമല്ല. അത്യാവശ്യം ഇച്ചിരി വെട്ടം കുറേ ഇത് ഒന്നുള്ളൂ. അല്ലാതെ ഇല്ലിയുടെ പ്രശ്നമൊന്നുമില്ല. അവൻ റബ്ബർ വലുതായി കഴിഞ്ഞപ്പോഴാണ് ആകാതെ കാണാൻ. ഈ പ്രാവശ്യം ഇവിടെ ഇച്ചിരി തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാന്ന് തോന്നുന്നു. പക്ഷെ 2-3 മാങ്ങ കുളത്തിൽ പോയി കിടപ്പുണ്ടല്ലേ ഏട്ടാ? അമ്മ നോക്കിയില്ലേ? ഇപ്പോൾ ഒച്ച കേട്ടപ്പോൾ ഞാൻ പോയി നോക്കി. നീ ഒച്ച കേട്ടാൻ പറ്റില്ല നോക്കും അങ്ങോട്ട്. ഇല്ല, ഒച്ച കേട്ടാ ഞാൻ നോക്കാറില്ല. അത് പാമ്പാന്ന് ഓർത്ത് ഞാൻ അതിനെ വീഴുന്ന ഒച്ച കേട്ടാ പാമ്പാന്ന് ഓർക്കും. പാമ്പ് വീഴുന്നു. ഒരു കാര്യം ചെയ്യും, എനിക്ക് ഇത്രയും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും. ഇപ്പം ജോലിക്ക് പോകാതെ വീട്ടിൽ നിന്നു. ഇവിടെ എന്നെ ജോലിക്ക് വിടും. ഇവിടെ എന്നെ വല്ല ജോലിക്കും ഇവിടെ പോരെ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോഴാണെങ്കിൽ ഒരു വക്കീലിനെ കണ്ടാൽ മതി 2 പേരുടെ. ആണോ? അത് ജയനെ ശ്യാമള ഉപേക്ഷിക്കണോ? അതങ്ങനെ എന്തെങ്കിലും എടുക്കാൻ പറ്റത്തില്ല. അമ്മ ഭയങ്കര സംസാരമാണ്. ഹായ് ശാംഭവി. ചാച്ചാച്ചി എന്തി? ചാച്ചാച്ചി പോയിട്ട് വരാവേ.
ആ കണ്ടോ, ഇനിയും കണ്ടോ, കണ്ടോ കണ്ടോ കണ്ടോ. പിടിച്ചേ, വെറുതെ ഇരിക്കല്ലേ. പഠിക്കാൻ പറ്റാൻ ഉണ്ടാക്കി വിട്ടിരിപ്പുണ്ട്. മേടിക്കാൻ പറയാം, ഒന്നും മേടിക്കാം. അവിടെ കപ്പ ചെയ്യുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല, വേറെ മേടിക്കാമല്ലോ. അവിടെ ചെന്നിട്ട് മേടിക്കാന്ന് വെച്ചാൽ 4 ലക്ഷം രൂപ പോകും. ഫ്രൂട്ട്സല്ലേ, വേറെ ആരുടെ പേരാ പറയാം. ഫ്രൂട്ട് വേറെ ആരെ വിളിച്ച് പറയാൻ അവരാ പറയുന്നത്. അപ്പം ആ പേര് പറയണം. ആ പിന്നെ ആരും വേണ്ട, അങ്ങ് പോകണ്ട, പോകണ്ട 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 വേണ്ട. സിനിമയ്ക്ക് പോവാ, സിനിമയ്ക്ക്. ഇന്നില്ലല്ലോ, നാളാ. ആ ചെറിയ ചേട്ടാ ഭയങ്കര അല്ല സിനിമയ്ക്ക്. ഭായി ആവശ്യമുണ്ട്. അതെ, എല്ലാം അതിനകത്താ. അവിടുത്തെ കഴിഞ്ഞില്ല, ഈ ആഴ്ച പക്ഷെ ഇല്ലായിരുന്നു അവിടെ. അതുകൊണ്ടാ പറഞ്ഞു എന്നോട് പോകാൻ. ഞാനില്ലാതെ നീ എങ്ങനെ പോകപ്പോ? തുടങ്ങിയോ? ആ കേറ്, കൊടുക്ക്. കണക്ട് ആൻഡ് വിൻ നേടൂ. EV സ്കൂട്ടറുകൾ, സ്മാർട്ട് ടിവികൾ, ബമ്പർ സമ്മാനമായി EV കാർ തുടങ്ങി 2 കോടിയുടെ സമ്മാനങ്ങൾ. പറഞ്ഞ് കേട്ടിട്ടുണ്ട്.
മോശക്കാരായിട്ടൊന്നുമല്ല അതിനകത്ത് കാണിച്ചേക്കുന്നത്. നമ്മൾ ഇച്ചിരി വെള്ള പോയി കാണും. 2 മണിയാ. കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ വാഴ കാണണമെന്ന്. അത് മറ്റേത് അവര് സഹോദരങ്ങൾ തമ്മിലുള്ള ഇതിനകത്ത് വരുന്നില്ലേ? എന്നും തിരക്ക് കാരണം കാണാൻ പറ്റത്തില്ല. ഞായറാഴ്ചയല്ലേ ഉള്ളൂ ഫ്രീ. അന്നേരം ശാമ്പുവിനെ നോക്കാൻ ആരെങ്കിലും വേണം താനെ. ഇന്നിപ്പോൾ ഒത്തു വന്നു. എന്നാടി സംഭവം? നാളെയല്ല ഇപ്പൊ പോവാ. അങ്ങോട്ട് പോയപ്പോൾ ആളല്ലല്ലോ. ഒരു കളർ വ്യത്യാസമൊക്കെ. ചാമണ പോണോ? വാഴ കുഴപ്പമില്ല, കൊള്ളാം. ഷാമ്പു ആദ്യം യോഗിയുടെ എല്ലാവർക്കും തരുന്നുള്ളത് സിൽവർക്കൊക്കെ അടിപൊളി. എല്ലാവർക്കും തരും സിൽവർക്കൊക്കെ. അല്ല ഇത് തന്നത് ആർക്ക്? ചേച്ചാ ഉണ്ടല്ലോ. ചേച്ചനാണോ? എനിക്ക് വന്നാലേ എനിക്കത് ആവശ്യമില്ലല്ലോ. ചാമ സമ്മതിക്കില്ല. ഇവിടെ മാവ് കൊടുക്കാൻ നോക്കില്ല, ഇല പഠിക്കാതെ. ഇത് അമ്മ എന്തിനാ കൊണ്ടുവന്നറിയോ? അടുത്ത ആഴ്ച അമ്മ വരുമ്പോ അടക്കാൻ വേണ്ടിയുള്ള ഷർട്ട് ഇത്. വലിയൊരു ബോർഡ് ഇങ്ങനെ വെച്ചിട്ട് പൂക്കളൊക്കെ നല്ല ഇതായിട്ട് കൊച്ചിന് ഇല്ല. ഞാൻ പള്ളിയിലൂടെ വെച്ചേക്കുന്നേ കണ്ടു. അപ്പൊ എന്ത് പൈസ ആവും? പൈസ ഉണ്ടോ ഇത്? ജോലിക്ക് പൈസ ഉണ്ട്, പക്ഷെ 10 പൈസ ഇതില്ലെന്നേ ഉള്ളൂ. ജോലി കളിയല്ലോ അല്ലേ? വീട് എടുത്തോണ്ടിരിക്കുക 10 പൈസയുടെ ഇതില്ല. അവർക്ക് അതിന്റെ ഒരു തുളിയെ കണ്ടാ പറയല. നിന്നെ അപ്പ വിളിച്ചാ നീ വന്നേ. ചേച്ചി പോട്ടെ. ചേച്ചിയുടെ കൂട്ടുകാരനോ കൊച്ചിന്റെ അത് റുപ്പാനൊക്കെ ചെല്ലുന്നവർക്കെല്ലാം ഇങ്ങനെ സാധനം കൊടുക്കുന്നു.
നിനക്കത് വലുതാങ്ങോട്ടാ പറഞ്ഞേ ഇങ്ങനെ കേട്ടാ നിനക്ക് വലുതാണ്ടോ ഇതിനാ ഇവിടെ കയറ്റിട്ടെ ഇവിടെ ഇത് അടുത്തോണ്ട് എഡിറ്റ് ചെയ്ത് തന്നെ ചെയ്യാനുള്ള ചെയ്ത് തന്നെ പെട്ടെന്ന് ഇങ്ങനെ ഇനി വൈകിട്ട് ഇനി അടുത്ത ചെയ്യാനുള്ള ഓക്കെ നീ പോകുന്നതിന് മുമ്പ് ചേച്ചി ചെയ്യണം ഇവിടെ കുരിശ് ഒരു കുരിശ് കൂടെ ഇല്ല. പിന്നെ നിനക്ക് എന്നാടി ഒരു കുരിശ് അമ്മയ്ക്ക് അതിന് ആവശ്യമില്ല ചേച്ചാച്ചിന് ആവശ്യമില്ലാത്തോണ്ട് അച്ഛനും കൂടെ തന്നെ ചേച്ചാച്ചിന്റെ കൊടുത്ത സാധനം ഇത് അപ്പൊ ചേച്ചാന് മനസ്സിലായി എനിക്ക് ഓർമ്മ എനിക്ക് എന്തിനാ എനിക്ക് ഒരെണ്ണം ഉണ്ടല്ലോ അത് നിനക്ക് വേണമെന്ന് പറയാൻ വേണമെന്ന് പറയുന്നു. ഓ ആ പെരുങ്കയിലൂടെ കുത്തി കയറ്റി എന്തിനു കൊള്ളാം ഏതാ അത് ചെയ്തു വെച്ചിട്ടില്ലേ ഞാൻ നോക്കി എടുത്തു മഴ ചേർന്നുണ്ടല്ലേ പെയ്യാലും തോന്നുന്നു അപ്പൊ ചാറ്റൽ കണ്ടിട്ട് പക്ഷെ ഇന്നോട്ട് മഴ പെയ്യേണ്ടതാണ് നമ്മളൊക്കെ കറങ്ങി വന്നിട്ട് അങ്ങോട്ടോ പോയതാ വീണ്ടും ഇപ്പോൾ തിരിച്ചു വന്നേക്കുക 2-3 ദിവസമായിട്ടുണ്ട് ഇവിടെ നടന്ന് സമയം എത്രയെന്ന് അറിയാവോ 7:50 ഇതന്നെ ഇവിടെ വന്നിങ്ങിരുന്നത് അമ്മയുടെ ഫോണൊക്കെ എടുത്തോ നാരായണ എടുത്തല്ലോ ഉണ്ടെന്ന് തോന്നുന്നു ദേ ഫോൺ നോക്ക് വേഗം അവൻ ആ വന്ന വണ്ടി പെരുവന്താനമായി ഇവിടെ വന്ന് വർത്താനം പറഞ്ഞോണ്ടിരിക്കുക അമ്മയുടെ തോളെ കിടന്ന സാധനം ഇവിടെ കിടപ്പുണ്ടേ അവര് പോയി പേട്ടയ്ക്ക് അല്ലെങ്കിൽ വന്നേ ഇവിടെ വാ കേറിപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ രാത്രി ഇങ്ങനെ പോയി ഇറങ്ങി വല്ല കൂടെ നടക്കരുതെന്ന് കേട്ടല്ലോ പാമ്പും അതും ഒക്കെ ഉള്ള ഓക്കെ അതിനകത്ത് ആരുമില്ലെന്ന് കേറിപ്പോക്കെ നീ അങ്ങ് വീട്ടിൽ പോക്കോ ഗോ 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 അപ്പ എന്നോട് കാണും എന്താ അത് വേണ്ട നമുക്ക് വിളിക്കാം മാറപ്പോ നമുക്ക് വീട്ടിൽ പോവാം എല്ലാം കൂടെ എന്താ ഇട്ടേക്കുന്നത് നമ്മളിപ്പോൾ ചൂടായതേ പിന്നെ കൂടുതലും ഇവിടെയാണ് കിടക്കുന്നത് ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ നിർമ്മാണത്തിൻ്റെ അവിടെ ഇവിടെ ആകുമ്പോൾ നല്ല തണുപ്പാണ് രാത്രി ഒരു 10-11 മണി കഴിഞ്ഞാൽ പിന്നെ നല്ല തണുപ്പാണ്